ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു കഥ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു തരിശായ ഭൂമിയിലൂടെ നടക്കവേ ആകാശ മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒരു അശരീരി അദ്ദേഹം കേട്ടു. അശരീരി മേഘത്തിനോടാണ്, നീ ഇന്ന സ്ഥലത്ത് ചെന്ന് ഇന്നയാളുടെ കൃഷിഭൂമി നനച്ചു കൊടുക്കണമെന്നാണ് അശരീരി സംസാരിച്ചത്. ഈ ശബ്ദം കേട്ട ആ മനുഷ്യൻ വല്ലാതെ അന്താളിച്ചു പോയി. മേഘം പതിയെ സഞ്ചരിച്ചു തുടങ്ങി. ഈ മേഘത്തിന് പിന്നാലെ ഇയാളും നടന്നു ചെന്നു. കുറച്ചു ദൂരെ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ കൃഷിസ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ജലക്ഷാമം രൂക്ഷമായ കൃഷിസ്ഥലത്ത് മണ്ണുകൾ ഉറഞ്ഞിരുന്നു. ഈ മേഘം അദ്ദേഹത്തിന് മുകളിൽ ചെന്ന് നല്ല നിലയിൽ മഴയായി വർഷിക്കാൻ തുടങ്ങി. ഇത് കണ്ട ആ മനുഷ്യന് വല്ലാത്ത അത്ഭുതമായി. മഴ മാറി കർഷകനോട് ചോദിച്ചു, ഇന്ന പേരാണോ നിങ്ങളുടേത്? അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ മേഘത്തിൽ നിന്ന് കേട്ട അതേ പേര് തന്നെയാണ് ഈ മനുഷ്യന് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും ആ കർഷകനോട് ഈ മനുഷ്യൻ പറഞ്ഞു. ആകാശത്ത് പ്രസിദ്ധി ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന ചോദ്യത്തിന് കർഷകൻ പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കൃഷി ചെയ്ത് വിളവെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1/3 ഭാഗം ഞാൻ സാധുക്കളായ ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കും. 2ാമത്തെ വിഹിതം ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വിനിയോഗിക്കും. 3ാമത്തെ വിഹിതം വീണ്ടും കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞത്, പലരും ഭൂമിയിൽ പ്രസിദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. പക്ഷേ ആകാശത്തുള്ളവൻ്റെ അടുക്കൽ പ്രസിദ്ധി ഉണ്ടാവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ വളരെ കുറവുമാണ്. യഥാർത്ഥത്തിൽ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ വാനലോകത്ത് അള്ളാഹുവിൻ്റെയും മലക്കുകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രസിദ്ധിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളും ആകാശത്തിൽ പ്രസിദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.